ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന അടിപൊളി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കണം. കണ്ടുകൊണ്ടിരിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പം നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അതിന് വേണ്ടി ഞാൻ ഇതാ 2 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് 2 എടുത്തത്, വലുതാണെങ്കിൽ 1 മതി. ഇപ്പം ഇത് ഞാനിതാ നന്നായി കഴുകിയിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാൻ ഞാൻ ഇതുപോലെയാണ് ഇവിടെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. വഴുതനങ്ങ കട്ട് ചെയ്യുമ്പം കേടുണ്ടോ നോക്കണം. ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ കേടലുണ്ടായി, എല്ലാം കളഞ്ഞിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കിട്ടിയ വഴുതനങ്ങ ചെറുങ്ങനെ ഒന്ന് വാടിയിട്ടുണ്ടായിനി. അപ്പം ഫ്രഷ് ആണെങ്കിൽ ഒന്നും കൂടി നല്ലതായിട്ട് നിൽക്കും. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ ഒരു ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചില സമയത്ത് ഉച്ച സമയത്തൊന്നും കറി വെക്കാനില്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി. ചോറ് വയ്ക്കാൻ വേറൊന്നും വേണ്ട, ഇതിൻ്റെ കൂടെ ഇത് മാത്രം മതി. അത്രയും നല്ല ടേസ്റ്റിയാണ്. ഞാൻ ഇത് ആദ്യം ഒന്ന് ഉണ്ടാക്കി നോക്കി, ഞാൻ ടേസ്റ്റ് കൊണ്ടാണ് രണ്ടാമത് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി വഴുതനങ്ങ ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒന്ന് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാകുമ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചില മക്കളൊന്നും വഴുതനങ്ങ തോരൻ ഉണ്ടാക്കിയാലൊന്നും കഴിക്കൂല. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ അവർ ഇത് വഴുതനങ്ങയെന്ന് അറിയും കൂടിയും ചെയ്യില്ല. അവരെന്തായാലും ഇഷ്ടത്തോടെ കഴിക്കും. നല്ല ടേസ്റ്റിന്ന് കഴിക്കാൻ വേണ്ടി ഒരു പ്രാവശ്യമെങ്കിലും എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഞാൻ ആദ്യമെല്ലാം ഈ വഴുതനങ്ങ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് പരിപ്പ് കറിയെല്ലാം ആണെങ്കിൽ അതിൻ്റെ കൂടെ ഞാൻ കഴിക്കലുണ്ട്. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് മീൻ ഫ്രൈൻ്റെല്ലാം പകരം ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് സൈഡ് ഡിഷായിട്ട് അടിപൊളിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യമെല്ലാം അങ്ങനെ ചെയ്യലുണ്ട്. പിന്നെ ഇങ്ങനെ അറിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അധികം ഉണ്ടാക്കൽ. ഇത് പിന്നെ വേറെ കറിയൊന്നും വേണ്ട, ഇത് മാത്രം മതി. വഴുതനങ്ങ ഫ്രൈ ചെയ്ത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ ഫ്രൈ പാനിൽ തന്നെ ഞാനിതാ 5 വെളുത്തുള്ളിയും അതുപോലെ തന്നെ 2 വറ്റൽ മുളകും ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇത് ചൂടായ ശേഷം ഒന്ന് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ വെളുത്തുള്ളിയും വറ്റൽമുളകും ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ ഈ ഫ്രൈ പാനിൽ തന്നെ ചെറുങ്ങനെ സവാള കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു അരക്കഷ്ണം സവാളയിൽ നിന്ന് എടുത്തത്, ഒന്ന് ഫുള്ളും എടുത്തിട്ടില്ല. പിന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കണം. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. വഴുതനങ്ങ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്യുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിന്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് റെസിപ്പിയും ടിപ്സും വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് വഴുതനങ്ങയല്ലേ, ഇത് ടേസ്റ്റ് ഉണ്ടാവും ചിന്തിക്കുന്നവരുണ്ടാവും. ഇത് വഴുതനങ്ങയെന്ന് മനസ്സിലാവേ ചെയ്യില്ല. നല്ല ടേസ്റ്റിയാണ്. കഴിക്കാത്തവർ പോലും എന്തായാലും ഇത് കഴിച്ചു പോവും. നമ്മൾ കഴിക്കുന്ന ചോറിൻ്റെ അളവ് തന്നെ കൂടിപ്പോവും. അത്രക്കും നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. സവാള റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ ചൂടാക്കിയ വെളുത്തുള്ളിയും വറ്റൽമുളകും ഇട്ട് കൊടുത്ത് കൈയോടെ ഇതുപോലെ മിക്സാക്കി കൊടുക്കുക. കൈയോടെ തന്നെ മിക്സാക്കണം, എന്നാലൊരു ടേസ്റ്റ് കിട്ടുമല്ലോ. ഇത് നല്ലോണം ഒന്ന് മിക്സായ ശേഷം ഇതിലേക്ക് നേരത്തെ വാട്ടി വെച്ച സവാളയും അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ച വഴുതനങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൈയോടെ തന്നെ മിക്സാക്കി കൊടുക്കണം. ഇതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പച്ചമുളക് വേണമെങ്കിൽ ഒരു അരക്കഷ്ണം ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. പിന്നെ അതിലേക്ക് തന്നെ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില വേണമെങ്കിൽ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നില്ല, മല്ലിയിലയും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്ത സവാളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി. പിന്നെ എല്ലാം കൂടി ഇതൊന്ന് കുഴച്ച് മിക്സാക്കി കൊടുക്കണം.
ഇതിൻ്റെ ടേസ്റ്റ് ഞങ്ങൾക്ക് എന്തായാലും പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അത്രയും നല്ല ടേസ്റ്റാണ്. അപ്പം ഈ പ്രവാസികളെല്ലാം ഉണ്ടാവില്ലേ, അവർക്കെല്ലാം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അവർക്ക് കറി വെക്കാനൊന്നും ഇപ്പോൾ സമയമില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ മതി. ചോറ് വയ്ക്കാൻ വേറൊന്നും വേണ്ട. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ഇങ്ങൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ അഭിപ്രായം പറയണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും ബായ്.